പല പാർട്ടികളും ഉറ്റുനോക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ ജൂൺ 19 നിലമ്പൂരിൽ നടക്കാനിരിക്കുന്നത്. ഇപ്പോൾ UDF-ഉം LDF-ഉം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും, അല്ലെങ്കിൽ അതിൽ ആരായിരിക്കും സ്ഥാനാർത്ഥി എന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്ത് BJP പറഞ്ഞത് സ്ഥാനാർത്ഥികളെ തൽക്കാലം നിർത്തുന്നില്ല, അല്ലെങ്കിൽ 6 മാസത്തേക്ക് വേണ്ടിയിട്ടൊരു അങ്ങനെ ഒരു മത്സരം കാഴ്ചവെക്കുന്നില്ല എന്നൊരു ഭാഗമായിരുന്നു BJP-യുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ തികച്ചും വ്യത്യസ്തമായ, അല്ലെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു നീക്കമാണ് BJP-യുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. നവ്യ ഹരിദാസിനെ പോലെ അല്ലെങ്കിൽ ഷോൺ ജോർജിനെ പോലുള്ള സ്ഥാനാർത്ഥികളെ നിർത്താനാണ് ഇപ്പോൾ BJP തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. എനിക്ക് തോന്നുന്നു ഇത് BJP-യുടെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്കറിയാം ജൂൺ 19 നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. എല്ലാ പാർട്ടികളും ഇപ്പോൾ തന്നെ ആരാണ് സ്ഥാനാർത്ഥി എന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. കോൺഗ്രസ് ആണെങ്കിലും LDF ആണെങ്കിലും അതിനു വേണ്ടിയുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് യാഥാർത്ഥ്യം. ഏകദേശമൊക്കെ ധാരണയായി എങ്കിലും ആരാണെന്ന് ഫൈനലൈസ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷെ ആ സമയത്ത് ഇതിനു മുമ്പിട്ട് BJP പറഞ്ഞിരുന്നത് ഞങ്ങൾ മത്സരിക്കാനില്ല, അല്ലെങ്കിൽ എന്തിനാണ് വെറുതെ ഞങ്ങൾ മത്സരിക്കാൻ സ്ഥാനാർത്ഥിയെ നിർത്തുന്നത്, ഞങ്ങൾ തോറ്റുപോകും. ആ രീതിയിലായിരുന്നു അവരുടെ ഒരു സ്റ്റാൻഡ്. ഇനി തോൽക്കാൻ പോകുന്ന സീറ്റിന് വേണ്ടി ഞങ്ങൾ വലിയ പൈസയൊന്നും മുടക്കുന്നില്ല, ഇനി ഞങ്ങൾ വലിയ മത്സരമൊന്നും കാഴ്ചവെക്കാൻ നിൽക്കുന്നില്ല എന്നായിരുന്നു BJP-യുടെ ഒരു സ്റ്റാൻഡ്. പക്ഷേ എല്ലാവർക്കും മുന്നേ BJP അടുത്ത സ്ഥാനാർത്ഥിയെ നിർത്താൻ പോകുന്നു എന്നൊരു സൂചനയായിട്ടാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് BJP-യുടെ പട്ടികയിലുള്ള 2 പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഷോൺ ജോർജും ഒന്ന് നവ്യ ഹരിദാസുമാണ്. ഇവരിൽ ആരെങ്കിലും ഒരാളായിരിക്കും സ്ഥാനാർത്ഥി. ഇനി അപ്രതീക്ഷിതമായിട്ട് മറ്റാരെങ്കിലും വരുമോ എന്നറിയില്ല. പക്ഷെ നിലവിൽ അവർ പറയുന്നത് ഇവരിൽ ആരെങ്കിലും ആയിരിക്കും സ്ഥാനാർത്ഥി എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിൽ ആര്യാടൻ ഷൗക്കത്ത് അല്ലെങ്കിൽ VS ജോയി അതേ കൂടെയുള്ള പേരുകളാണ് നിലവിലുള്ളത്. പക്ഷേ നമ്മുടെ KPCC പ്രസിഡന്റിനോട് ചോദിച്ചപ്പം നിങ്ങൾ 2 പേരിൽ ചുരുക്കി കളഞ്ഞ എന്തിനാണ്, ഞങ്ങൾക്ക് ഇനിയും ആളുകൾ ഉണ്ട് പരിഗണനയിൽ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ LDF-നെ സംബന്ധിച്ച് LDF പറഞ്ഞത് ഞങ്ങൾക്കിപ്പോൾ നിലവിൽ അവിടെ വിജയിക്കാനുള്ള സാധ്യതയാണ് അവിടെ ഉള്ളത് എന്നാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. എല്ലാവരും ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഞങ്ങൾ തോറ്റുപോകുമെന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ല. എല്ലാവരും പറയും ഞങ്ങൾക്ക് ശുഭപ്രതീക്ഷയാണ്, ഞങ്ങൾ വിജയിക്കും എന്നാണ് എല്ലാ പാർട്ടിയും പറയാറ്. പക്ഷെ അവിടെ വിഭിന്നമായി BJP പറഞ്ഞത് ഇല്ല, ഞങ്ങൾ മത്സരിക്കാനില്ല, ഇനി 6 മാസം അല്ലെങ്കിൽ 10 മാസം കഴിഞ്ഞ അടുത്ത തെരഞ്ഞെടുപ്പ് വരാൻ പോവാ, അപ്പൊ എന്തിനാണ് വെറുതെ, ഞങ്ങൾ എന്തായാലും തോക്കും, ഞങ്ങൾ മത്സരിച്ചിട്ട് കാര്യമില്ല എന്ന രീതിയിലാണ് BJP സംസാരിച്ചിരുന്നത്. പക്ഷേ അവർ ആ സ്റ്റാൻഡ് മാറ്റി. തിരഞ്ഞെടുപ്പിനോട് അടുക്കുമ്പോൾ അല്ലെങ്കിൽ ആ മത്സരത്തിലേക്ക് ഒരു നല്ലൊരു സ്ഥാനാർത്ഥിയെ നിർത്താൻ വേണ്ടിയിട്ടാണ് BJP ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ സ്ഥാനാർത്ഥി പട്ടികയിലേക്കാണ് ഷോൺ ജോർജും നവ്യ ഹരിദാസും കടന്നു വരുന്നത്. ഷോൺ ജോർജിനെ സംബന്ധിച്ച് നമുക്കറിയാം, കോട്ടയുമായി ബന്ധപ്പെട്ട് ആ ഒരു മേഖലയിൽ ക്രിസ്തീയ വോട്ടുകൾ കൃത്യമായി, അതായത് ക്രിസ്തീയ മേഖല നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് ഷോൺ ജോർജ്. ഷോൺ ജോർജിന്റെ പേര് നേരത്തെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് പത്തനംതിട്ട തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ്. പത്തനംതിട്ടയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അനിൽ ആന്റണി വന്നപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ആ സീറ്റ്, അല്ലെങ്കിൽ ആ സീറ്റിൽ ഏറ്റവും കൂടുതൽ പരിഗണിച്ചത് ഷോൺ ജോർജിനെ ആയിരുന്നു. പക്ഷെ അനിൽ ആന്റണി വന്നപ്പോൾ ആ സീറ്റ് അനിൽ ആന്റണിക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നു. അങ്ങനെയാണ് ഷോൺ ജോർജിന്റെ പേര് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിരുന്നത്. എന്തു തന്നെയാണെങ്കിലും നിലമ്പൂരിലേക്ക് വരുമ്പോൾ നിലമ്പൂരിൽ ഇപ്പോൾ കോൺഗ്രസിന് അനുകൂലമായിട്ടൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം PV അൻവർ ആയിരുന്നു. PV അൻവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് CPM-ൽ നിന്ന് CPM-ന്റെ സൈബർ കടന്തലുകളെ നിയന്ത്രിച്ച രാജാവായിരുന്നു PV അൻവർ. പിന്നീട് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയങ്ങളുടെ തർക്കത്തിൽ അദ്ദേഹം പിണറായി വിജയനെതിരെ ആഞ്ഞടിക്കാൻ തുടങ്ങി. അങ്ങനെ CPM-ൽ നിന്നും മാറേണ്ട ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം കടന്നു വന്നു. എന്നിട്ട് അദ്ദേഹം കാണിച്ച എല്ലാ പ്രകടനങ്ങളും നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിനൊരു രാജാവ് എന്ന നിലയിലേക്ക് നിലമ്പൂരിലെ ആളുകൾ മാറ്റുന്നു. അല്ലെങ്കിൽ അദ്ദേഹം നിലമ്പൂരിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നടത്തിയ സമരവും അദ്ദേഹത്തിനെ രാത്രിക്ക് രാത്രി പോലീസുകാർ വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന കാര്യങ്ങളും എല്ലാം നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അപ്പം മലപ്പുറം എന്ന മണ്ഡലത്തെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ PV അൻവറിന് കൃത്യമായിട്ട് സ്വാധീനമുള്ള ഒരു മണ്ണായിരുന്നു നിലമ്പൂർ. ആ നിലമ്പൂരിലെ മത്സരത്തിൽ PV അൻവർ കോൺഗ്രസിനോടൊപ്പമാണ് എന്ന് PV അൻവർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെ കോൺഗ്രസിന് ആരായിരിക്കും സ്ഥാനാർത്ഥി എന്ന് ഇപ്പോഴും കോൺഗ്രസ് ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ല. ഒന്നെങ്കിൽ ആര്യാടൻ ഷൗക്കത്ത് ആയിരിക്കും, അല്ലെങ്കിൽ VS ജോയി ആയിരിക്കും. ആര് വന്നു കഴിഞ്ഞാലും കോൺഗ്രസ് തന്നെ അവിടെ വിജയിക്കാനാണ് സാധ്യത കൂടുതൽ. അതെ, ഇത് തന്നെയാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത്. UDF തന്നെയായിരിക്കും വിജയിക്കാൻ സാധ്യത കൂടുതൽ എന്നാണ് നേരത്തെ മുതലേ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പൊ ഈ BJP ഇങ്ങനെ ഒരു നീക്കം, അല്ലെങ്കിൽ ഇതുപോലുള്ള സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ ഇനി അതിലെന്തെങ്കിലും കോട്ടം തട്ടാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്നാണ് ഇപ്പൊ നമുക്ക് സംശയം. അല്ല, അങ്ങനെ കോട്ടം തട്ടാനുള്ള ചാൻസ് ഒന്നുമില്ല. അപ്പൊ BJPയെ സംബന്ധിച്ച് അവരുടെ C-ക്ലാസ് മണ്ഡലമാണ്. C-ക്ലാസ് മണ്ഡലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അവർക്കൊരു പ്രതീക്ഷയുമില്ല അവിടെ വിജയിക്കുമെന്ന്. പക്ഷെ അവർ ഒരു നല്ലൊരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വോട്ട് സ്പ്ലിറ്റ് ആക്കാൻ അവർക്ക് കഴിയുമെന്നൊരു ചിന്ത കൊണ്ടാണ്. കാരണം ഷോൺ ജോർജിനെ പോലെ ഒരു ക്രിസ്തീയ പ്രാതിനിധ്യമുള്ള ഒരാളാണ്. അപ്പം ക്രിസ്തീയ വോട്ടുകൾ ഏകോപിപ്പിച്ച് തങ്ങളിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന് BJP
ചിന്തിക്കുന്നുണ്ട്. അത് നമ്മുടെ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടതാണ്. വഖഫ് ബില്ലിന് ശേഷം ക്രിസ്തീയ വോട്ടുകൾ ഏകോപിപ്പിക്കുന്നു, അല്ലെങ്കിൽ BJPയിലേക്ക് ഈ ക്രിസ്തീയ വിഭാഗം അടുക്കുന്നു എന്ന സൂചനകൾ നമ്മൾ കണ്ടിരുന്നതാണ്. പക്ഷെ അതേപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശൻ ഇടയ്ക്ക് വെച്ച് അവിടെ വന്നിട്ട് മുസ്ലിങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു വിരോധ അല്ലെങ്കിൽ വിദ്വേഷ പ്രചരണം അവിടെ നടത്തിയിരുന്നു. മുസ്ലിങ്ങളുടെ ഇടയിൽ താമസിക്കുന്ന ഈഴവ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. അങ്ങനെ കുറെ പ്രസ്താവനകൾ അദ്ദേഹം അവിടെ വന്ന് ഇറക്കിയിട്ടുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം BJPക്ക് അനുകൂലമായി വരുമെന്നാണ് BJPയുടെ ചിന്ത. അതായത് ഈ വെള്ളാപ്പള്ളിയുടെ ഈ ഒരു പ്രസ്താവനയുണ്ടല്ലോ, മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള, അല്ലെങ്കിൽ അപ്പൊ ഈഴവരെ ഒന്നിപ്പിച്ച് BJPയിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നൊരു ചിന്തയെല്ലാം BJPക്ക് ഇപ്പോൾ നിലവിലുണ്ട്. പക്ഷെ അത് എത്രമാത്രം പ്രാവർത്തികമാക്കുമെന്ന് നമുക്ക് ഒരിക്കലും കാണാൻ കഴിയില്ല. കാരണം മതമാണെങ്കിലും ജാതിയാണെങ്കിലും എല്ലാം ഒന്നിച്ചു നിൽക്കുന്നത് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടാണ്. എല്ലാത്തിനും പിന്നിൽ ഒരു രാഷ്ട്രീയം കാണും. ഏത് മതമാണെങ്കിലും ഏത് ജാതിയാണെങ്കിലും ആരെങ്കിലും പൊക്കിക്കൊണ്ട് വരുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട അജണ്ട അവിടുത്തെ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ അല്ലെങ്കിൽ പിന്നീട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടിയിട്ടുള്ള അടിത്തറകളാണ് ഇവരെല്ലാം പാകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ച് നമുക്കറിയാം കൃത്യമായിട്ട് അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡിലെങ്കിലും കൃത്യമായി BJPയുമായി ചേർന്ന് നിൽക്കുന്ന ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ. അപ്പൊ അദ്ദേഹം BJPക്ക് വേണ്ടിയിട്ട് നേരത്തെ കോപ്പ് കൂട്ടിയതാണ്. അവിടെ മലപ്പുറം പോലെ പ്രദേശങ്ങളിൽ ചെന്നിട്ട് ഈഴവർക്ക് വേണ്ടിയിട്ട് പ്രസംഗിക്കുകയാണ് എന്ന രീതിയിൽ മുസ്ലിങ്ങളെയെല്ലാം ഒന്നിച്ചടച്ചാക്ഷേപിക്കുകയും പിന്നീട് അവിടെ ഒരു വർഗീയ വേർതിരിവുണ്ടാകുകയും ഈ വർഗീയ വേർതിരിവാണ് ഇവർ രാഷ്ട്രീയപരമായിട്ട് വോട്ട് ബാങ്കുകളായിട്ട് ശേഖരിക്കുന്നത്. അപ്പൊ വഖഫ് ബോർഡ് ബില്ല് വരുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ്. ക്രിസ്തീയ വോട്ടുകളെ എല്ലാം ഏകോപിപ്പിച്ച് BJPയുടെ ഇടയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള കൃത്യമായ രാഷ്ട്രീയ അജണ്ടയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും ജൂൺ 19 വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഇരു പാർട്ടികൾക്കും വലിയ രീതിയിലുള്ള എന്തെങ്കിലും ഉണ്ടാക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ LDF കുറച്ച് വോട്ടുകൾ എന്തായാലും പിടിക്കും. LDFിൻ്റെതായിട്ടുള്ള വോട്ടുകൾ അവിടെ ഉണ്ട്, നിലവിലുണ്ട്. പിന്നെയുള്ള BJP എത്ര വോട്ട് പിടിക്കും എന്നത് വലിയൊരു കാര്യം തന്നെയാണ്. നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്, ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് BJP 20% വോട്ട് വർദ്ധിപ്പിക്കുന്നത് എല്ലാം നമ്മൾ കണ്ടതാണ്. ആ ഒരു സാഹചര്യത്തിൽ നിലമ്പൂർ പോലൊരു പ്രദേശത്ത് BJP എത്ര ശതമാനം വോട്ട് ഇൻക്രീസ് ചെയ്യിപ്പിക്കും, അല്ലെങ്കിൽ എത്ര ശതമാനം വോട്ട് കൂട്ടിയെടുക്കും, അത് കേരളത്തിലെ രാഷ്ട്രീയപരമായി നോക്കിക്കാണുന്ന എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഏകദേശം വിജയിക്കും എന്നൊരു ധാരണ എല്ലാവരിലും ഉണ്ട്. അപ്പൊ അവിടുത്തെ പ്രവർത്തകർക്ക് പിന്നെ ഒരു ആവേശമായിരിക്കും, കോൺഗ്രസ് വിജയിക്കും അല്ലെങ്കിൽ കോൺഗ്രസിന് ആ സീറ്റ് നിലനിർത്താൻ കഴിയും. ആ രീതിയിലുള്ള വലിയ രീതിയിലുള്ളൊരു സാഹചര്യം നടക്കും. ഇപ്പം LDFന് ഇപ്പോൾ നിയമസഭയിൽ എത്ര സീറ്റുകൾ ഉണ്ട് എന്നെല്ലാം നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പൊ അതിൽ നിന്നും ഒരു സീറ്റ് കുറയുന്നു. പക്ഷെ നേരത്തെ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും PV അൻവർ കോൺഗ്രസുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരാൾ തന്നെയായിരുന്നു. പിന്നീട് കോൺഗ്രസിൽ നിന്നും വിട്ട് CPMലേക്ക് പോയെങ്കിലും അദ്ദേഹം കോൺഗ്രസിന്റെ ഒരു മനസ്സുള്ള ഒരാളാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് കേരള രാഷ്ട്രീയത്തിൽ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഒരു കോൺഗ്രസ് മൈൻഡുള്ള ആളുകളാണ്. അപ്പൊ ഈ വോട്ടുകൾ കൃത്യമായിട്ട് കോൺഗ്രസിലേക്ക് എത്തിക്കുക എന്നാണ് കോൺഗ്രസിന് ചെയ്യാൻ കഴിയുന്നത്. കോൺഗ്രസിന് പുതിയതായിട്ട് അവരുടെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് വന്നിട്ടുണ്ട്. അപ്പൊ അതുമായി എല്ലാം ബന്ധപ്പെട്ട് കോൺഗ്രസിന് ഇനി എന്തെല്ലാം മാറ്റങ്ങൾ വരാൻ പോകുന്നു എന്ന ചിന്തയാണ് ജനങ്ങൾക്കുള്ളത്. കോൺഗ്രസ് മാറുന്നുണ്ടോ, അല്ലെങ്കിൽ കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് എന്താണ് കോൺഗ്രസ് ഞങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യമാണ് ജനങ്ങൾ ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് കോൺഗ്രസിന് കൃത്യമായിട്ട് ഉത്തരം നൽകാൻ കഴിയുകയാണെങ്കിൽ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളും ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പുകളും കൃത്യമായിട്ട് കോൺഗ്രസിന് വിജയിക്കാൻ കഴിയും. അതായത് കോൺഗ്രസിന് വിജയം ഉറപ്പാണെങ്കിൽ പോലും ഈ പറയുന്നത് പോലെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഭൂരിപക്ഷത്തിൽ ഒരു ഇടിവ് വരാനായിട്ട് BJP സ്ഥാനാർത്ഥിത്വം ഒരു കാരണമാകില്ല ഇപ്പോ. അതെ, എന്താണെങ്കിലും CPM ഇതുവരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇനിയിപ്പോ കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും ആരും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ ഇത് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ കഴിയും. ഇപ്പം CPMനെ സംബന്ധിച്ച് ആരാണ് സ്ഥാനാർത്ഥി എന്നത് ഇപ്പോഴും വിചിത്രമാണ്. CPM ആരെങ്കിലും ഒരു പെട്ടെന്ന് ഒരാളെ കൊണ്ടുവരുമോ, അല്ലെങ്കിൽ സർപ്രൈസ് ആയിട്ട് ഒരു കാൻഡിഡേറ്റിനെ കൊണ്ടുവരുമോ എന്നൊന്നും നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം നമ്മൾ പാലക്കാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കണ്ടതാണ്. കോൺഗ്രസിൽ നിന്നും പെട്ടെന്ന് ചാടിപ്പോയ ഒരാളെ തിരിച്ച് തങ്ങളിലേക്ക് കൊണ്ടുവന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്ന ഒരു ഇതൊക്കെ നമ്മൾ CPMൽ കണ്ടതാണ്. ഇനി അതേപോലെ നിലമ്പൂരിൽ കോൺഗ്രസ് എന്നോ മറ്റു പാർട്ടിയിൽ നിന്നോ ആരെങ്കിലും അടർത്തിയെടുത്തോട്ട് വന്ന് മത്സരിപ്പിക്കാനാണോ CPMന്റെ പ്ലാൻ ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല. CPMനെ സംബന്ധിച്ച് അവർക്ക് ഇത് വലിയൊരു മത്സരമല്ല.
കാരണം അവർ ഓൾറെഡി വിജയിച്ച് അവരുടെ പാർട്ടി ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. അടുത്ത തെരഞ്ഞെടുപ്പിലും CPM തന്നെ വിജയിക്കും, അല്ലെങ്കിൽ CPM-ന്റെ സർക്കാർ തന്നെ രൂപീകരിക്കാൻ കഴിയുമെന്നെല്ലാം ചിന്തയിൽ അവർ ഇരിക്കുന്ന ഒരു സമയത്ത് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് അവർക്ക് വലിയൊരു ആശങ്കയുള്ള ഒരു കാര്യമല്ല.